ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ മുന്നേ നമ്മളൊരു പട്ടുപാവാടൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ടില്ലേ, ആ പാവാടക്കുള്ള ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് കണ്ടാ. അതിനായി ഞാൻ റെഡ് കളറിലുള്ള കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 മീറ്ററാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ ലൈനിങ്ങും അതേ അളവ് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഫ്രണ്ടിൽ വെക്കാനായിട്ട് 1 മീറ്റർ ലേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പാവാട കട്ട് ചെയ്തപ്പോൾ ഒരു 1.5 മീറ്റർ മാറ്റി വെച്ചില്ലേ, അതുകൂടി ഇതിനായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലൗസിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത ഈ 3/4 മീറ്ററും അതിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ, അതൊരു 11 ഇഞ്ച് വീതിയിൽ, ഇത് ആദ്യം ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഒരു 11 ഇഞ്ച് വീതിയിൽ വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക. 2 പീസും ഇതുപോലെ മടക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പോൾ ആ 2 പീസും ഞാൻ ആ 11 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ആ ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതാ നമ്മൾ നല്ല പീസ് ഇതുപോലെ നീളത്തിലൊന്ന് ഇട്ട് കൊടുത്ത് രണ്ടും ഒരേ രീതിയിൽ ഒരേ അളവിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഇതിനുള്ള നെക്ക്, ആമോള് ഇതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യം ഞാൻ ഇതിൻ്റെ ഷോൾഡറിൻ്റെ അളവാണ് അടയാളപ്പെടുത്തുന്നത്. ഒരു 6 ഇഞ്ചിലാണ് ഞാനത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആമോൾ ലെങ്ത്തും ആ 6 ഇഞ്ചിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ആമോളിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു ബോക്സ് രൂപത്തിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടെ. ഒരു 7 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 8 വയസ്സിൻ്റെ അളവാണ് ഞാൻ പറയുന്നതെങ്കിലും വണ്ണത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ചെറിയ മാറ്റങ്ങൾ അളവിലും ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ ചെസ്റ്റിൽ നിന്നും 2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ തയ്യൽ തുമ്പായിട്ട് ഇപ്പുറത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഇറക്കം ഞാനൊരു 15 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 13.5 ഇഞ്ചാണ് നമുക്ക് ഈ ബ്ലൗസിന് വേണ്ട ഇറക്കം. ഒരു 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് താഴെയും നമുക്ക് മടക്കിയെടുക്കാനും തയ്യൽ തുമ്പൊക്കെ പോകില്ല, അങ്ങനെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ അടിഭാഗത്തും ഞാനൊരു 7 ഇഞ്ചിലാണ് കേട്ടോ വീതി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്കത് ഈ ലൈനുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. 2 ഇഞ്ച് എക്സ്ട്രാ സീം എലവൻസ് അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 ലൈനും തമ്മിൽ ഞാൻ ഈ സ്കെയിൽ ഉപയോഗിച്ചൊന്ന് യോജിപ്പിച്ചെടുത്താണ്. അതേപോലെ ഈ അടിഭാഗത്തൊന്ന് സ്ട്രെയിറ്റ് ചെയ്തൊന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ അറ്റത്ത് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് ആ ബ്ലൗസ് നല്ല ഷേപ്പിൽ കിട്ടാനാണ് ഈ ഭാഗത്ത് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നത്. നമുക്കിതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഈ നെക്കിൻ്റെ വിടുത്ത് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ. അതിനുശേഷം ഈ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഈ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വരച്ച് കൊടുക്കും. നെക്ക് ഞാൻ ഇതിൽ വരച്ചെടുക്കുന്നില്ല കേട്ടോ, അത് ഞാൻ ഈ പേപ്പർ ക്യാൻവാസിൽ വരച്ചുകൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്കിൽ ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ നെക്കിന് നല്ല പെർഫെക്ഷൻ കിട്ടും. ബാക്ക് നെക്ക് കുറച്ച് ഇറങ്ങിയ വി ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ആ കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവാസ് ചെയ്തെടുക്കുകയാണ് നല്ലത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ വരച്ച ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങിലും മറ്റേ പീസിലും രണ്ടും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ക്യാൻവാസ് പീസിൽ ഇതിനുള്ള നെക്ക് കട്ട് ചെയ്തെടുക്കട്ടോ. ഈ ചെറിയ പീസിൽ ഫ്രണ്ട് നെക്കും ഈ വലുതിൽ ബാക്ക് നെക്കും കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് നെക്കിൻ്റെ വിടുത്ത് ഒരു 2.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കട്ടെ. അതിനുശേഷം ഈ ലെങ്ത്ത് ഞാനൊരു 3 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റും കൂടി യോജിപ്പിച്ചൊരു ബോക്സ് രൂപത്തിൽ വരച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ കർവ് ചെയ്ത് റൗണ്ട് നെക്ക് വരച്ചെടുക്കാം. ഇനി നമ്മൾ വരച്ചെടുത്ത് ഈ നെക്കിൻ്റെ ചുറ്റിലായിട്ട് ഒരു 1 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി അതുകൂടി ഒന്ന് വരച്ചുകൊണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നെക്ക് ചെയ്യുമ്പോൾ ഈ ക്യാൻവാസിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല പെർഫെക്ഷനിൽ കിട്ടും. നമ്മൾ ക്യാൻവാസ് ഇട്ട് ചെയ്തെടുത്ത നെക്കും അത് ഇടാതെ ചെയ്തെടുത്ത നെക്കും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇത് കാണുമ്പോൾ തന്നെ കറക്റ്റ് ആ റൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടും. മറ്റത് എങ്ങനെയായാലും ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാകാതിരിക്കില്ല. ഞാനത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ സെൻറ്ററിൽ 2 ഭാഗത്ത് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കത് അയൺ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ സെൻറ്റർ കിട്ടാനാണ് ഇങ്ങനെ ഈ കട്ടിങ് കൊടുക്കുന്നത്. നമുക്ക് ഈ വലിയ പീസിൽ അതിൻ്റെ ബാക്ക് നെക്ക് ഒന്ന് ചെയ്തെടുക്കട്ടോ. 2.5 ഇഞ്ച് തന്നെയാണ് ഞാൻ അതിൻ്റെ വിടുത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ ലെങ്ത്ത് കുറച്ച് കൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 7 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ 2.5 ഇഞ്ച് മേലെ അടയാളപ്പെടുത്തിയില്ലേ, അതും ഈ ഒരു പോയിൻ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കോണാക്കി വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഇങ്ങനെ 1 ഇഞ്ച് അപ്പുറത്തേക്ക് വരച്ച് കൊടുത്തില്ലേ, അതിന് പകരമായിട്ടാണ് ഞാൻ ആ സ്കെയിലിൻ്റെ ഇപ്പുറത്ത് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മൾ ഈ വരച്ചെടുത്ത നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ഈ 2 ലൈൻ കൂടി ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് നെക്ക് കുറച്ച് ലെങ്ത് ആയിട്ട് വി ഷേപ്പിലും ഫ്രണ്ട് നെക്ക് യു ഷേപ്പിലുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ 2 പീസും നമ്മൾ ഓരോ ലൈനിങ്ങിൽ അയൺ ചെയ്തെടുക്കട്ടോ. ഈ സെൻട്രലായിട്ട് ഞാനിപ്പോൾ അത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ എക്സ്ട്രാ വരുന്നത് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. 2 പീസിൻ്റെ ഈ എക്സ്ട്രാ പീസുകൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ പീസ് ഇതാ ഈ ക്യാൻവാസ് ഒട്ടിച്ച ഭാഗം അടിക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ മെയിൻ പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഈ നല്ല ഭാഗം ഉണ്ടല്ലോ ഈ ഗ്ലൈസിങ് ഉള്ളത് അതും ആ ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം ഒരേപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ മറിച്ച് കൊടുത്ത് ഇതിൻ്റെ നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ട് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഈ സ്ലീവിൻ്റെ ഭാഗത്തും ഈ അടിഭാഗത്തും 1/2 ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ രീതി തന്നെ നമുക്ക് ഈ ഫ്രണ്ട് പീസും ചെയ്തെടുക്കട്ടോ. ഈ ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം നമ്മുടെ ആ നല്ല ഭാഗം ഉണ്ടല്ലോ ആ പീസിൻ്റെ അത് ഒരേപോലെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്ത് ഒരു 1/2 ഇഞ്ച് വിട്ട് ഈ നെക്കും സ്ലീവും അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ ആ 2 പീസിൻ്റെയും നെക്കിൻ്റെ ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തും ഈ അടിഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ വിട്ടുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗത്ത് ചോക്ക് കൊണ്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഈ ഭാഗത്ത് ഈ നല്ല പീസിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് മാറ്റി കൊടുക്കാം. അതേപോലെ 2 പീസിനും ചെയ്തെടുക്കണ്ട. അതിന് ശേഷം ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തട്ടാതെ കട്ടിങ് ഇട്ട് കൊടുക്കണം കേട്ടോ. സ്റ്റിച്ചിങ്ങുമ്പോൾ തട്ടാതെ നോക്കണത് നല്ല ശ്രദ്ധിച്ച് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. ഇതിൻ്റെ ഈ കോണൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ മറിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ കോണൊക്കെ കിട്ടാനാണ് ഈ കട്ടിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ ഈ 2 സൈഡും ഓപ്പൺ ആണല്ലോ ആ ഒരു സൈഡ് കൂടി ഇതിങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. 2 പീസ് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഉള്ളിലേക്ക് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് മറിച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ഈ സ്റ്റിച്ചൊക്കെ നമ്മളെ വിരലുപയോഗിച്ച് ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മളെ ഈ സ്റ്റിച്ചിൻ്റെ ഈ അരികിലൂടെ ഒന്നിങ്ങനെ നമ്മളിപ്പോൾ അടിച്ച ഭാഗങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ പീസും അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഈ ഒരു അരികിലൂടെ ടച്ച് ചെയ്തെടുക്കേണ്ടത്. അതേപോലെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തുകൂടി അടിഭാഗം ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ആ 2 പീസിൻ്റെ അരികൊക്കെ പതിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ച ഈ ബാക്ക് പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഈ സെൻറ്റർ ഇതുപോലെ കറക്റ്റാക്കി ഒന്ന് മടക്കി കൊടുത്തുകൊണ്ട് ആ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് കറക്റ്റാക്കി പിടിച്ചാൽ കേട്ടോ ഈ സെൻറ്റർ. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ബാക്ക് ഭാഗത്ത് ഊക്ക് വെച്ച് കൊടുക്കാനാണ് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണത്. ഞാൻ 2 ഇഞ്ചിലുള്ള ഇതുപോലത്തെ 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു പീസ് ഈ പീസിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഇതുപോലെ അങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ അരിക് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ അടിഭാഗം ഉള്ളിലേക്കും മടക്കി കൊടുക്കുക. ഇതുപോലെ ഈ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ അരികിലൂടെ ഇങ്ങനെ ഒന്ന് അരഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ഈ പീസ് ഇതിൻ്റെ ഈ ലൈനിങ്ങിനോടുകൂടി അടിഭാഗത്താണ് വെച്ച് കൊടുക്കേണ്ടത്. അതിൻ്റെ ഈ അടിഭാഗം ഇങ്ങോട്ട് മുകളിലേക്കും മറ്റേ മുകളിലത്തെ ഭാഗം ഉള്ളിലേക്കും ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ ആ 2 പീസിൻ്റെ അരിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിവർത്തുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഈ പീസ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയതാ പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇങ്ങനെ ഇതിലേക്ക് ഇതിങ്ങനെ മടക്കി ഈ അരികിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ മറിക്കുമ്പോൾ ഉള്ളിലേക്ക് കാണുമല്ലോ. ഈ ചുറ്റുഭാഗം ഒന്ന് അടിച്ചെടുക്കാം. ഈ ഭാഗം നമുക്ക് ഈ പുറകിലേക്കാണ് കേട്ടോ മടക്കിയെടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് നമുക്ക് ഇതിങ്ങനെ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കല്ല ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമ്മളെ ഊക്ക് കൊളുത്താനുള്ള ഒരു ഓളുണ്ടല്ലോ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഓള് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്കത് എക്സ്ട്രാ തുന്നി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ച് നമുക്ക് ഈ പുറത്ത് ഊക്ക് തുന്നി കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഈ ബാക്ക് പീസ് അതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ 2 ഷോൾഡറും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ 2 സൈഡും 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ബ്ലൗസിൻ്റെ ഷോൾഡറും 2 സൈഡും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെച്ച് ഈ ഫ്രണ്ടിലൊരു നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ഈ പീസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പീസ് നിറിട്ടെടുത്തുകൊണ്ട് ഒരു ധാവണിൻ്റെ സ്റ്റൈലിൽ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ചെയ്യണത്. അതിനായി ആദ്യം നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ ഇത് ഈ പട്ടിൻ്റെ അളവിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നിറിട്ട് കൊടുത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇതങ്ങനെ കറക്റ്റ് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പിടിച്ച് കൊടുത്തുകൊണ്ട് ഇത് നല്ല കറക്റ്റിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ ആ പീസ് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് ഒരേ അളവിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഇതിൻ്റെ ഈ നെറി ഉണ്ടല്ലോ ഇവിടെ ഓരോ ഇഞ്ച് ഇങ്ങനെ ഈ പുറകോട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തുകൊണ്ട് ഒരു നമ്മുടെ സാരിൻ്റെ നെറി മുന്നിൽ വരുമല്ലോ ആ രീതിയിലൊന്ന് വെച്ച് കൊടുക്കാണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ 1 ഇഞ്ച് വിടത്തിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിങ്ങനെ ഈ ബ്ലൗസിൻ്റെ അടിഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അടിഭാഗത്തൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ അടിഭാഗത്ത് എക്സ്ട്രാ വരുന്ന ഈ പീസുകൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ ബ്ലൗസുമ്മ തട്ടാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ എടുത്ത് വെച്ചാൽ ലേസ് ഉണ്ടല്ലോ, അത് 2 പീസാക്കിയിട്ട് രണ്ടും കൂടി യോജിപ്പിച്ചതായി ഇതുപോലെ ഇങ്ങനെ ഒന്നാക്കിയതിന് ശേഷം ഇവിടെ ഒന്നിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ട. 2 സൈഡൊന്ന് മടക്കി കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ ഈ അടിഭാഗത്ത് കുറച്ച് വലിപ്പം കൂടുതലായപ്പോൾ ഞാനൊരു 10 ഇഞ്ചോളം ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചെടുത്ത് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. ഞാൻ 4 മീറ്റർ ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തോണ്ടാണ് കേട്ടോ ഇത്രയും ലെങ്ത്ത് വന്നത്. 2.5 മീറ്റർ പാവാടക്കും ബാക്കി ഞാൻ ഇതിൽ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാച്ചിട്ട് വെച്ചതാണ്. നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ ലേസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ 4 ഊക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗി ഉണ്ടാവും ഇത് ഇട്ടാൽ. ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കാണുമ്പോൾ ഏറ്റവും ഭംഗി ഉണ്ടായാലും ഒരു 2 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. ആ പ്രായത്തിലെ കുട്ടികൾ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണല്ലോ. കുട്ടികൾക്ക് ധാവണിയൊക്കെ ചുറ്റിയാൽ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ ആ പ്രശ്നമൊന്നും വരില്ല. ഒക്കെ കാണുമ്പോൾ ധാവണി ചുറ്റിയ ഒരു ഫീൽ ഉണ്ടാവുമേനോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.